പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളുടെ സമ്പാദ്യം, വലിയൊരു സമ്പാദ്യം ഒരു രാത്രിയിൽ അടിച്ചു പൊളിച്ചു തീർക്കുന്നതിന് പകരം ആ പൈസ കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു രോഗിക്ക് മരുന്ന് വാങ്ങി നൽകൂ. മരുന്ന് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചെറിയ ഗുളികകളുടെ പേരാണ് നമുക്കറിയുന്നത്. പക്ഷേ അങ്ങനെയല്ല. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരുന്നുകളുണ്ട്. ഡയാലിസിസിന് തന്നെ എത്രയോ സംഖ്യ ആവശ്യമായി വരുന്നവരുണ്ട്. ഓരോ ആഴ്ചയും വലിയ ഒരു തുക ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായി വരുന്ന രോഗികൾ നമ്മുടെ പരിസരത്തില്ലേ? തളർന്ന് കിടപ്പിലായി പോയ മനുഷ്യരില്ലേ? അവരുടെ കുടുംബങ്ങളില്ലേ? ഒരു രാത്രി കൊണ്ട് അടിച്ചു പൊളിക്കുന്ന ആ സംഖ്യ അവർക്ക് കൊടുക്കൂ. നമ്മുടെ നാട്ടിലെ പാവങ്ങളായ രോഗികൾക്ക്, നമ്മുടെ നാട്ടിലെ ഇനിയും വിവാഹം കഴിച്ചിട്ടില്ലാത്ത, കഴിപ്പിച്ചുവിടാൻ നിവർത്തിയില്ലാത്ത പെൺമക്കളുടെ വാപ്പമാർക്ക്, കയറിക്കിടക്കാൻ കൂരകളില്ലാത്ത മനുഷ്യർക്ക്, ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് കൊടുക്കൂ. അതിലൂടെ ഒരു രാത്രിയിൽ ആസ്വാദനത്തിനപ്പുറം ഒരായുസ് മുഴുവനുമുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കും. ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്നത് എന്താണ്? ഒരു രാത്രി അടിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ എല്ലാ രാത്രിയും പോലെ ആ രാത്രിയും കടന്നുപോകും, സൂര്യൻ ഉദിക്കും. എന്നാൽ ഒരു മനുഷ്യനെ നമ്മൾ അയാളുടെ ആവശ്യമറിഞ്ഞ് സഹായിച്ചു, അയാളുടെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ഉണ്ടാകും. അയാൾ എപ്പോൾ റബ്ബിനോട് കൈനീട്ടിയാലും, പടച്ചവനെ എന്നെ സഹായിച്ചവരെ നീ സഹായിക്കണമേ, എനിക്ക് വേണ്ടി എന്നെ ഒരാവശ്യം വന്നപ്പോ എന്റെ കൈ പിടിച്ചവരുടെ കൈ നീ പിടിക്കണമേ എന്ന ഒരു പ്രാർത്ഥന എപ്പോഴും അവർക്കുണ്ടാകും. അതുകൊണ്ട് ചെറുപ്പക്കാരോട് അത്തരം ക്രിയേറ്റീവായി ചിന്തിക്കുക. ഗോവയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബീച്ചുകളിൽ, റിസോർട്ടുകളിൽ നമ്മുടെ ആയുസ്സിൽ നമ്മൾ അധ്വാനിച്ച പൈസ ഒന്നുമല്ലാതെ അടിച്ചു പൊളിച്ചു തീർക്കുന്നതിന് പകരം നമ്മുടെ ഈ നാട്ടിലേക്ക് ഇറങ്ങി ഇവിടുത്തെ പാവങ്ങളായ മനുഷ്യരെ സഹായിക്കുക. ആവശ്യമായ ആളുകളുടെ കൈപിടിക്കുക, വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അത് ഒരു ആയുഷ്കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റായി നാളെ പരലോകത്തേക്ക് എനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അത്തരം സൽക്കർമ്മങ്ങളിൽ ഇടപെടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.